ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 17-18. കാശ്യശ്ച പരമേഷ്ടാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിച്ഛാപരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥ്വീപദേ സൗഭദ്രച്ഛ മഹാബാഹോ ശംഖാൻ ദദ്മോ പ്രദം ശ്രീഹരേ നമഃ. കാശിരാജാവും പരമേശാസ വലിയ വില്ലാളിയായ ശിഖണ്ഡീച്ച മഹാരഥനായ ശിഖണ്ഡിയും ദുഷ്ടദ്യുമ്നനും വിരാടശ്ച വിരാടനും സാത്യകിച്ച സാത്യകിയും അപരാജിത തോൽവി അറിയാത്ത ദ്രുപദനും ദ്രൗപദേയാശ്ച ദ്രൗപദി പുത്രന്മാരും സർവശഃ എല്ലാ പേരും സൗഭദ്രച അഭിമന്യുവും മഹാബാഹു കൈകൾക്ക് വളരെ ബലമുള്ളവനായ ശംഖങ്ങൾ ദത്മു മുഴക്കി പൃഥക് വേറെ വേറെ. അല്ലയോ രാജാവേ, മഹാവില്ലാളി വീരന്മാരെ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും വിരാടനും തോൽവി എന്തെന്നറിയാത്ത സാത്വികിയും ദ്രുപദനും ദ്രൗപദി പുത്രന്മാരും മഹാപരാക്രമശാലിയായ അഭിമന്യുവെല്ലാം വെവ്വേറെ ശംഖങ്ങൾ ഉച്ചത്തിൽ മുഴക്കി. പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തന്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള നീചമായ ശ്രമം നല്ലതല്ലെന്ന് സഞ്ജയൻ വിനയപൂർവ്വം നയപരമായി ധൃതരാഷ്ട്രയെ അറിയിക്കുകയാണ്. മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അന്യരാജ്യങ്ങളിൽ നിന്നും വന്നിയേർന്ന ധാരാളം രാജാക്കന്മാർ ഉൾപ്പെടെ ഈ യുദ്ധക്കളത്തിൽ ഉള്ളതിനുപരി മുത്തച്ഛനായ ഭീഷ്മർ തുടങ്ങിയ അഭിമന്യു വരെയുള്ള വരെയുള്ളവരും ഈ രണാങ്കണത്തിലുണ്ട്. പുത്രന്മാരുടെ തെറ്റായ നയങ്ങൾക്ക് കൂട്ടുവന്ന ധൃതരാഷ്ട്ര രാജാവാണ് ഈ ഭീകരമായ നാശത്തിൻ്റെയൊക്കെ ഉത്തരവാദി. സർവം ശ്രീ കൃഷ്ണായി സമർപ്പയാമി. ഹരി ഓം. മൂർഖന്നൂർ ശ്രീഹരി തിരുമേനിജി എഴുതിയ ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര എന്ന പുസ്തകത്തിലെ 17-18 ഉള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വില്ലാളി വീരനായിടും കാശിരാജൻ പിന്നെ മഹാരഥനായ സാക്ഷാൽ ശിഖണ്ഡിതാനും ദ്രുപദപുത്രനാം വീര ദൃഷ്ടദ്യുമ്നൻ വീരാടനും തോൽവി അറിയാത്ത സാക്ഷാൽ സാത്യകീതാനും ദ്രുപദ മഹാരാജനും ദ്രൗപദീ തൻ പുത്രന്മാരും ശത്രുജയം വരുത്തുവാൻ തീർച്ചപ്പെടുത്തി. മഹാബാഹുവായ വീരൻ സുഭദ്രതനയൻ താനും വിവിധമാം ശംഖെടുത്തു മുഴക്കിയല്ലോ. ശ്രീഹരേ നമഃ. വിഷ്ണു ഷോഡശ നാമസ്തോത്രം സ്തോത്രത്തിലെ വിശിഷ്ടമായ ഒരു ശ്ലോകമാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. ഔഷധേ ചിന്തയേൻ വിഷ്ണു ഭോജനേ ച ജനാർദ്ദനം ശയനേ പൽപനാഭം ച വിവാഹേ ച പ്രജാപതിം. ഔഷധം സേവിക്കുമ്പോൾ വിഷ്ണുവിനെയും ഊണ് കഴിക്കുമ്പോൾ ജനാർദ്ദനെയും കിടക്കുമ്പോൾ പത്മനാഭനെയും വിവാഹം ചെയ്യുമ്പോൾ പ്രജാപതിയെയും ധ്യാനിക്കണം. യുദ്ധേ ചക്രധരം ദേവം പ്രവാസേ ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയ സംഗമേ ദുസ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ
മധുസൂദനം കാനനേ നാരസിംഹം ച പാവകേ ജലശായിനം ജലമധ്യേ വരാഹം ച പർവ്വതേ രഘുനന്ദനം ഗമനേ വാമനശ്ചൈവ സർവകാര്യേഷു മാധവം. യുദ്ധത്തിൽ ചക്രപാണിയെയും വിദേശഗമനത്തിൽ ത്രിവിക്രമനെയും മരണകാലത്തിൽ നാരായണനെയും സ്നേഹിതന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ശ്രീധരനെയും ദുസ്വപ്നത്തിൽ ഗോവിന്ദനെയും സങ്കടങ്ങൾ വരുമ്പോൾ മധുസൂദനെയും കാട്ടിൽ നരസിംഹത്തെയും അഗ്നിയിൽ അകപ്പെട്ടാൽ ജലശായിയെയും വെള്ളത്തിൽ വീണാൽ വരാഹമൂർത്തിയെയും പർവ്വതത്തിൽ ശ്രീരാമചന്ദ്രനെയും ഗമനത്തിങ്കൽ വാമനനെയും എല്ലാ കാര്യങ്ങളിലും മാധവനെയും ധ്യാനിച്ചു കൊള്ളണം. ഷോഡശൈതാനി നാമാനി പ്രാതരുദ്ധായ പഠേൽ സർവപാപവിനിർമുക്തോ വിഷ്ണുലോകേ മഹീയതേ. ഈ 16 നാമങ്ങളെയും പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് ചൊല്ലുന്നവൻ സർവപാപങ്ങളിൽ നിന്നും വേർപെട്ടവനായിട്ട് ശ്രീ വൈകുണ്ഠത്തെ പ്രാപിച്ച് വിഷ്ണു പാർഷദന്മാരാൽ പൂജിക്കപ്പെടുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.